പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, 2026 സമസ്ത 5ാം ക്ലാസ് പാദവാർഷിക പരീക്ഷ ഈ മാസം 18-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ടൈം ടേബിൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഒരു സമയം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ തയ്യാറെടുപ്പുകൾ, പഠനമൊക്കെ എത്രയായി എന്ന് വിലയിരുത്തപ്പെടേണ്ട സമയമാണ്. കാരണം ഒട്ടുമിക്ക മദ്രസയിലും റിവിഷനും അതുപോലെ തന്നെ മോഡൽ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള സമയം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ കഴിഞ്ഞ പരീക്ഷയിൽ നേടിയ പോലെ നല്ല മാർക്ക് അല്ലെങ്കിൽ മുഴുവൻ മാർക്കും നമുക്ക് നേടാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഒക്കെ യൂസ്ഫുള്ളായി, ഉപകാരമായി എന്ന് കമൻറ്റിലൂടെ ഓരോരുത്തർ സന്തോഷം അറിയിച്ചതായി കണ്ടു. അൽഹംദുലില്ലാ. തുടർന്നും ഈ ഒരു വർഷത്തിലും മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മോഡൽ ചോദ്യ പേപ്പറുകൾ, അതുപോലെ തന്നെ ആൻസർ കീ, ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ തുടങ്ങിയിട്ട് മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമുക്ക് വളരെ നല്ല രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യണം. അതിന് നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാദവാർഷിക പരീക്ഷ 5ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് വരിക, എത്ര പാഠങ്ങൾ പഠിക്കണം എന്നീ വിഷയങ്ങളൊക്കെയാണ്. അതിനു മുമ്പ് നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, നുക്കമ്മിലുൽ ജുംലത ബി വളഇ കലിമത്തിൻ മുനാസിബത്തി മിനൽ ഖൗസൈനി. താഴെ 7 ചോദ്യങ്ങളുണ്ട്. അതിനോട് യോജിച്ച 7 ബ്രാക്കറ്റിലുണ്ട്. തിരഞ്ഞെടുത്ത് ഫില്ല് ചെയ്യാനാണ്. പാഠഭാഗം നല്ല രൂപത്തിൽ വായിച്ച, മനസ്സിലാക്കിയ, ക്ലാസ് ശ്രദ്ധിച്ച ആളുകൾക്ക് ഈ ഒരു ചോദ്യം വളരെ എളുപ്പമായിരിക്കും. അത്വാമു ഭക്ഷണം. അതിനു മുമ്പ് നമുക്ക് ബ്രാക്കറ്റിലൊന്ന് വായിച്ചു നോക്കാം. അപ്പം വേഗം നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. ഐന എന്നതുണ്ട്, എവിടെയെന്നാണ്. മൻ ആര്. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, മദ്രസയിലേക്ക്, പള്ളിയിലേക്ക്, ആ ലേക്കാണ് അതിൻ്റെ അർത്ഥം. ലദീദുൻ എന്ന് പറഞ്ഞാൽ രസമുള്ളതാണ്. സ്വഹാബിയുൻ എന്ന് പറഞ്ഞാൽ സ്വഹാബിയാണ്. ജാലിസത്തുൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു. ഖറജ പുറപ്പെട്ടു. ഇനി അത്വാമു ഭക്ഷണം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒന്നേ ഉള്ളൂ, ലദീദുൻ രസമുള്ളതാണ്. വളരെ എളുപ്പമാണ്. ഇനി അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പാഠത്തിൽ പറഞ്ഞതാണ്, അദ്ദേഹം സ്വഹാബിയാണ്. അൽ ഔലാദു ഇലൽ മദ്രസ ഡാഷ് അൽ ഔലാദു ഇലൽ മദ്രസ. മദ്രസയിലേക്ക് കുട്ടികൾ എന്തായി, പോയി അല്ലെങ്കിൽ പുറപ്പെട്ടു. അവിടെ ഏതാണ്, ഖറജ പുറപ്പെട്ടു. അൽ ഫായിസു യാ ഉസ്താദു, വിജയ് ഉസ്താദെ ചോദ്യചിഹ്നമുണ്ട്. അപ്പോൾ അവിടെ വരേണ്ടത് ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ്. അതേതാണ്, മനിൽ ഫായിസു യാ ഉസ്താദ്, ഉസ്താദെ വിജയ് ആരാണ്. അപ്പം മൻ എന്ന് ആരാണ് എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. ഇനി 5ാമത്തത് ഡാഷ് മക്കറു സമസ്ത, സമസ്തയുടെ കേന്ദ്രം. ഒരു ചോദ്യചിഹ്നമുണ്ട്. അപ്പോൾ എവിടെയാണ് എന്ന അർത്ഥത്തിലേക്ക് വരണം. അതിനാണല്ലോ അവിടെ ചോദ്യചിഹ്നം കൊടുത്തത്. അപ്പോൾ എവിടെ എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഐനയാണ്. ഐന മക്കറു സമസ്ത, സമസ്തയുടെ കേന്ദ്രം എവിടെയാണ്. ഇനി അൽ ബിന്തു പെൺകുട്ടി ഡാഷ്, പെൺകുട്ടി പെൺവർഗമാണ്. അതിനോട് യോജിച്ച് തിരഞ്ഞെടുക്കണം. അതിപ്പോൾ ഇതിൽ ഏതാണുള്ളത്. ഇപ്പോൾ നമ്മൾ കുറേ എണ്ണം എഴുതി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതിൽ ജാലിസത്തുൻ എന്നുണ്ട്. തുൻ എന്നുള്ളത് സ്ത്രീകളുടെ ലക്ഷണമാണ്. അപ്പോൾ അത് ഇതിനോട് യോജിക്കും. അപ്പോൾ അൽ ബിന്തു ജാലിസത്തുൻ, പെൺകുട്ടി ഇരിക്കുന്നവളാണ്. അതുകൊണ്ട് ലിസാനിൻ്റെ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് 100 വട്ടം നമ്മൾ ആലോചിക്കണം. ആണാണോ പെണ്ണാണോ, ഒന്നാണോ രണ്ടാണോ, രണ്ടിൽ കൂടുതലുള്ളതാണോ എന്നൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് ഇതിനോട് യോജിക്കുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ലിസാൻ്റെ ഉത്തരങ്ങൾ എടുത്ത് എഴുതാവൂ. ഒന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ചെറിയ തെറ്റിന് തന്നെ വലിയ മാർക്ക് നഷ്ടപ്പെടുന്ന വിഷയമാണ് ലിസാൻ. ഇനി 7ാമത്തെ ഒന്നുകൂടെ ഉണ്ട്. ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ക്ഷണിച്ചു അന്നാസ ജനങ്ങളെ ഡാഷ് അൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് എന്ന് നമ്മുടെ നാവിൽ വരുന്നുണ്ട്. കാരണം നമ്മളിത് പറഞ്ഞ് മലയാളം പഠിച്ചതാണ്. അതുകൊണ്ട് ഇസ്ലാമിലേക്ക്. അപ്പോൾ ലേക്ക് എന്നുള്ളതിന് നമ്മൾ ആദ്യമേ ഉപയോഗിച്ച് പോകുന്നതാണ് ഇല, ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഈ വർക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് 2ാമത്തത് നോക്കാം. നുമയ്യിസുൽ ഇസ്മ വൽ ഫിഅല വൽ ഹറഫ മിനൽ ആത്തിയ. താഴെ കൊടുത്തതിൽ നിന്ന് നിങ്ങൾ ഇസ്മ്, ഫിഅല്, ഹറഫ് എന്നിങ്ങനെ വേർതിരിക്കണം. ഇത് നേരത്തെ പറഞ്ഞതിനേക്കാളും നല്ല എളുപ്പമുള്ളതാണ്. കാരണം അറബി നമുക്കൊക്കെ വായിക്കാൻ അറിയുന്നവരാണ്. അപ്പോൾ വായിക്കാൻ അറിയുമ്പോൾ ഇസ്മ എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുക്കളുടെയും നാമങ്ങൾ നമുക്ക് പറയില്ലേ, ഓരോന്നിൻ്റെയും പേരുകൾ, ഇത് നിൻ്റെ പേരാണ് എന്ന് നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയില്ലേ.
അതുപോലെ തന്നെ ഫീൽ എന്ന് പറഞ്ഞാൽ ക്രിയയാണ്. ഇപ്പോൾ പ്രവൃത്തി ചെയ്തു, ഇപ്പോൾ കുളിച്ചു, അതുപോലെ തന്നെ കളിച്ചു, ഓടി, ഇതൊക്കെ ക്രിയകളാണ്. അപ്പോൾ ഈ ഒരു ശൈലിയിൽ വരുന്നത് ക്രിയയാകുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു കർത്താവിനെ പറയാൻ പറ്റും. മുഹമ്മദ് കളിച്ചു, അല്ലെങ്കിൽ അടിച്ചു എന്നാകുമ്പോൾ മുഹമ്മദ് പോക്കരെ അടിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ശൈലിയിലേക്ക് വരുന്നതാണ് ഫീലായി ക്രിയയായി വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുമ്പോൾ വേഗം തിരിയും ഇത് ഇസ്മാണോ ഫീലാണോ എന്നുള്ളത്. ഇനി ഇത് രണ്ടും അല്ലാത്ത നിങ്ങൾ കൊണ്ടുപോയി ഹർഫിൽ എഴുതിക്കോളൂ. കാരണം ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളാണ്. അതുപോലെ തന്നെ ആ ഒരു രൂപത്തിൽ വരുന്ന അക്ഷരങ്ങളാണ് ഹർഫിൽ വരുന്നത്. വളരെ എളുപ്പമുള്ള കാര്യമാണ് ഈ ഹർഫിനെ മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ തന്നെ നമ്മൾ ഒരുപാട് അക്ഷരങ്ങൾ പറഞ്ഞു. മന്ന്, ഇല, ഇതൊക്കെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഇനി നമുക്ക് താഴെയുള്ളതൊന്ന് വായിക്കാം. ഞാൻ അർത്ഥം പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഇത് ഇസ്മാണോ ഫീലാണോ എന്നുള്ളതൊക്കെ. ആദ്യം ഞാൻ വായിക്കുന്നു. ബന, പണിതു, പണി കഴിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഓടി ചാടി പോലെ പണി കഴിപ്പിച്ചു. അതേതിൽ വരുന്നതാണ്? ക്രിയയിൽ വരുന്നതാണ്. നബിയു, നബി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് നബിൻ്റെ പേരാണ്, ഇസ്മാണ് എന്നുള്ളത്. പിന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അക്ഷരങ്ങളൊക്കെ ഹർഫിലാണ് വരിക. ആ എന്നുള്ളതിനെ നമ്മൾ ഹർഫിൽ എഴുതുന്നു. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ സ്വഹാബിമാർ എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ പേരാണല്ലോ. അപ്പോൾ അത് നമ്മൾ ഇസ്മിൽ എഴുതുന്നു. അതുപോലെ തന്നെ അസ്ഹാബു ഹു എന്നുണ്ട്. ഹു എന്ന് പറഞ്ഞാൽ അവൻ. അത് ഏതിലാണ്? അക്ഷരത്തിൽ വരുന്നതാണ്. കാരണം ഒറ്റ അക്ഷരമല്ലേ ഉള്ളൂ, അക്ഷരത്തിൽ വരുന്നതാണ്. അടുത്തത് മസ്ജിദൻ, പള്ളി. എന്തെളുപ്പമാണ്? ഇസ്മാണ്. ഫി ഒരക്ഷരമാണ്, ഹർഫാണ്. പിന്നെ മദീന ഒരു നാടിൻ്റെ പേരാണ്, അത് ഇസ്മാണ്. ഖറജ ഇനി പുറപ്പെട്ടു, ഓടി, ചാടി, പോയി, പുറപ്പെട്ടു, ക്രിയയാണത്. അതുകൊണ്ടത് ഫീൽ എഴുതണം. ശേഷമുള്ള ഹാമിദ് ഒരാളെ പേരാണ്, എന്തെളുപ്പമാണ്, അത് ഇസ്മാണ്. അതിനുശേഷം കൂടെ, ചെറിയ വാക്കാണ്, രണ്ടക്ഷരമേ ഉള്ളൂ, അത് ഹർഫിൽ വരും. കൂടെ എന്ന അർത്ഥമാണ് മഴക്കുള്ളത്. ഇനി സ്വദീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. ഒരാൾക്ക് പറയുന്ന പേരല്ലേ കൂട്ടുകാരൻ, അതുകൊണ്ട് പേരായതുകൊണ്ട് അത് ഇസ്മിൽ വരും. അതുപോലെ തന്നെ അതിൻ്റെ ശേഷം ഹി ഉണ്ട്, സ്വദീഖി ഹി, അതൊരക്ഷരമാണ്, അവൻ്റെ എന്നുള്ള. അപ്പോൾ അതിനെ നമ്മൾ ഏതിലെഴുതും? അറഫിൽ എഴുതും. ഇനി ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, മദ്രസയിലേക്ക് എന്നുള്ള ലേക്ക്, അതിനെ നമ്മൾ അക്ഷരത്തിൽ എഴുതും, കാരണം അത് അത്രയും ചെറുതാണ്. ഇനി അൽ ഹദീഖ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂന്തോട്ടം എന്നാണ്. പൂന്തോട്ടം എന്നുള്ളത് ഒരു തോട്ടത്തിൻ്റെ പേരല്ലേ, പൂന്തോട്ടത്തിനെ പേരായിട്ടല്ലേ ഉപയോഗിക്കുന്നത്, അത് ഇസ്മിലാണ്. അപ്പോൾ എത്ര എളുപ്പമാണ് നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഇസ്മിൽ വരുന്നത് നബി, അസ്ഹാബ്, മസ്ജിദ്, മദീന, ഹാമിദ്, സ്വദീഖ്, ഹദീഖ. ഇനി ഫീലിൽ വരുന്നത് ബന, ഖറജ. അതുപോലെ തന്നെ അറഫിൽ ഉണ്ട്, ഫീ ഉണ്ട്, ഉണ്ട്, ഹി, ഇല. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായും മനസ്സിലാക്കി വെച്ചോളൂ. ഇനി മൂന്നാമത്തത് വളരെ എളുപ്പമുള്ളതാണ്. നെക്തുബുൽ ബഹുവചനം എഴുതണം. ഏകവചനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിഫിൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണ്, നമുക്ക് ഒരുപാട് കുട്ടികൾക്കുള്ളതാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിഫിൽ എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്ഫാലുൻ എന്ന് പറയണം. ഇനി ലിസ്സുൻ, നിങ്ങളെ വീട്ടിൽ കുറേ കള്ളന്മാരിറങ്ങി. ലിസ്സുൻ എന്ന് പറഞ്ഞാൽ ഒരു കള്ളനാണ്, അത് പോരാ, കുറേ കള്ളന്മാർക്കുള്ളതാണ് നിങ്ങൾ പറയേണ്ടതെങ്കിൽ നിങ്ങൾ ലിസ്സുൻ എന്ന് പറഞ്ഞാൽ പറ്റില്ല, ലുസൂസുൻ എന്ന് പറയണം, അതാണ് ശരി. ഈ ചോദ്യം ഡബിൾ സൈഡ് ചോദ്യമാണ്. ഇത് തന്നെ ഈ നേരെ തിരിച്ചും ചോദിക്കാം. അത്ഫാലും ലുസൂസും കൊടുത്തിട്ട് ഏകവചനം എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് പാഠഭാഗത്തിൻ്റെ അവസാനങ്ങളിൽ ഏകവചനവും ബഹുവചനവും പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കുറഞ്ഞ വാക്കുകളേ ഉള്ളൂ, അതങ്ങ് പഠിച്ചു വെച്ചാൽ വന്നു കഴിഞ്ഞാൽ മാർക്ക് നഷ്ടപ്പെടുന്ന ബേജാറ് വേണ്ട, പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നാലാമത്തത് നുക്കമ്മിലുൽ ഹിവാറ ബിൽ കലിമാത്തിൽ മുനാസിബ. യോജിച്ച പദങ്ങൾ നൽകി സംഭാഷണം പൂർത്തിയാക്കാനാണ്. വളരെ എളുപ്പമുള്ളതാണ്, നമ്മുടെ പാഠഭാഗത്തിൽ വന്നതാണ്, നിങ്ങളൊക്കെ പഠിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. യാസിർ അസ്സലാമു അലൈക്കും, ഷാക്കിർ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എഴുതുന്നത് കൂടെ ശ്രദ്ധിക്കണേ. ഇനി അപ്പുറത്തെ പേജ്. ശേഷം ഷാക്കിർ, ഇസ്മി ഷാക്കിർ, എൻ്റെ പേര് ഷാക്കിർ എന്നാണ്. ഇപ്പോൾ യാസിർ ഡാഷ് ബൈത്തുക, നിൻ്റെ വീട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒന്ന് അവിടെ വരണം. അപ്പോൾ അതിനോട് യോജിച്ച് വരുന്നത് നമ്മുടെ നാവിൽ വരുന്നത് എവിടെയാണ് നിൻ്റെ വീടെന്നല്ലേ. അപ്പോൾ എവിടെ എന്നുള്ളതിന് നമ്മൾ എന്ത് എഴുതണം? ഐന എന്ന് എഴുതണം. ബ്രാക്കറ്റിലുണ്ട്, ഒന്ന് തിരഞ്ഞെടുത്താൽ മതി. ഷാക്കിർ പറയാണ് ബൈത്തി കുർബൽ മസ്ജിദ്, എൻ്റെ വീട് പള്ളിൻ്റെ അടുത്താണ് എന്ന് പറയുന്നു. അപ്പോൾ യാസിർ ചോദിക്കുകയാണ് ഡാഷ് ഉളുവൻ ഫി ഉസ്രത്തിക, വീട്ടിൽ അംഗങ്ങൾ, പിന്നെ ചോദ്യചിഹ്നം. അപ്പോൾ ആ ചോദ്യചിഹ്നമായിട്ട് അവിടെ വരണം.
അതിനോട് യോജിച്ചത് ഏതാണ്? വീട്ടിലെ അംഗങ്ങൾ എത്രയാണ്? അപ്പോൾ കം എന്ന് എഴുതി കൊടുക്കണം. ഇതുപോലെ ഒരു ഹിവാർ, ഒരു സംഭാഷണം പൂരിപ്പിക്കാനോ എഴുതാനോ ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം. പാഠഭാഗത്തിൽ സംഭാഷണമുണ്ട്, പിന്നെ തെദ്രീബാത്തിലും സംഭാഷണമുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യ പേപ്പറിൽ അത് വന്നിട്ടുള്ളത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഷാക്കിർ പറയുകയാണ് ഹംസത്തു ആളായ എൻ്റെ വീട്ടിൽ 5 അംഗങ്ങളുണ്ട്. ഇനിയുള്ള 2 ചോദ്യങ്ങൾ അത്ര വലിയ കാര്യമായി ഞാൻ വായിക്കുന്നില്ല. ഇങ്ങനത്തെ ചോദ്യം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. പക്ഷേ ഏതാണ് ചോദിക്കുക എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും പാഠഭാഗം നല്ലോണം അർത്ഥം വെച്ച് പഠിക്കുക. ഒന്നാമത്തത് നുഅരിബ് അറബിയാക്കാനാണ്. അതിൽ ആൺകുട്ടി പുസ്തകം വായിച്ചു, ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണ്. ഖറ അൽ വലതു അൽ കിതാബ, കുട്ടി പുസ്തകം വായിച്ചു. ഇനി അതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്കിതിൽ ഏതാണ് അറിയാം? കിതാബ്, പുസ്തകത്തിന് കിതാബ് എന്നറിയില്ലേ, അത് എഴുതി കൊടുത്താൽ തന്നെ ഒരു മാർക്ക് കിട്ടും. പിന്നെ കുട്ടിൻ്റെ അറിയെങ്കിൽ വലത് കിതാബ് എന്ന് എഴുതി കൊടുത്താൽ തന്നെ 2 മാർക്ക് കിട്ടും, ശ്രദ്ധിക്കുക. രണ്ടാമത്തത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ഇതെങ്ങനെയാണ് അറബിയിൽ പറയുക? ജമിയത്തുൽ ഉലമായി ലി ഉലൂമി കൈരല, എഴുതുന്നത് കൂടെ ശ്രദ്ധിക്കണേ. ഇതാണ് അതിൻ്റെ അറബി. ഇനി അടുത്ത ചോദ്യം നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ്. അതിലൊന്ന് അറബി മലയാളത്തിൽ തന്നെ എഴുതണം. മലയാളത്തിൽ എഴുതിയാൽ മാർക്ക് കിട്ടില്ല. അൽ കിതാബു ജദീദുൻ, പുസ്തകം പുതിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയുന്നത് എഴുതുക. രണ്ടാമത്തത് സാഫറ തിഫ്ലു മാ കാഫിലത്തിന്, കുട്ടി യാത്രാ സംഘത്തോടൊപ്പം യാത്ര ചെയ്തു. ഇനി ഏറ്റവും ലാസ്റ്റ് ചോദ്യം നക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. വലിയ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമല്ലെങ്കിലും പാഠഭാഗത്തിൻ്റെ അവസാനങ്ങളിൽ തെദ്രീബാത്തിലൊക്കെ ചില വേർഡുകളും അതിൻ്റെ അർത്ഥങ്ങളും എഴുതി കൊടുത്തിട്ടുണ്ട്, എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാഠഭാഗം നന്നായി അർത്ഥം വെച്ച് പഠിച്ച ആളുകൾക്ക് ഒരിക്കലും തന്നെ ഫുൾ മാർക്ക് നഷ്ടപ്പെടില്ല. ഇവിടെ 4 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം എഴുതണം. ഇഷ്തഹറക്ക് പ്രശസ്തനായി എന്നും പ്രസിദ്ധമായി എന്നും 2 അർത്ഥങ്ങളും നമ്മുടെ പാഠത്തിൽ വന്നിട്ടുണ്ട്. 2 എഴുതിയാലും മാർക്ക് കിട്ടും. ഷബാബ് എന്ന് പറഞ്ഞാൽ യുവാക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ബക്ക കരഞ്ഞു, മുസാബക്ക മത്സരം. അപ്പോൾ ഇതന്നെ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ട് പാഠഭാഗം നന്നായി അർത്ഥം വെച്ച് പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇതിലൂടെ ചോദ്യത്തിൻ്റെ മോഡൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും ലിസാനിൻ്റെയും മറ്റു വിഷയങ്ങളുടെയും നല്ല നല്ല വീഡിയോകൾ നമുക്കിനി ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് അടിച്ചേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലയോ താങ്ക്സോ ആമീനോ മറ്റെന്തെങ്കിലും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അള്ളാഹു നിങ്ങൾക്കൊക്കെ ഉന്നതമായ വിജയം നൽകട്ടെ. ആമീൻ. ഉസ്താദിനും ദുആ ചെയ്യണം.